ഷൈനുവിൻ്റെ ബർത്ത്ഡേ ആണ് 28-ന്. അപ്പം ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് 26th ശനിയാഴ്ച സെലിബ്രേറ്റ് ചെയ്യാനാണ്. കാരണം ഷൈനു ഓഫാണ് വീക്കെൻഡിൽ. അപ്പം ഞാനും ഈ വീക്കെൻഡ് ഓഫ് എടുത്തു. അപ്പം ഷൈനു 30th ബർത്ത്ഡേ അല്ലേ, അപ്പം ഞാൻ ഒത്തിരി നല്ലതായിട്ട് സെലിബ്രേറ്റ് ഒക്കെ ചെയ്യാമെന്ന്. അപ്പം നമ്മൾ 26-ാം തീയതിയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം ഇന്ന് 24-ാം തീയതി. കാരണം നാളെ ഞാൻ 9 to 10 ജോലിയാണ്. വീട്ടിൽ വരുമ്പോൾ 11 ആവും. അപ്പോൾ ഓർത്തു ലാസ്റ്റ് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ എന്തെങ്കിലും മിസ്സിങ് ആണെങ്കിൽ നമുക്ക് അറിയത്തില്ലല്ലോ, പോയി മേടിക്കാനൊക്കെ ഇച്ചിരി പാടില്ലേ. ഓർത്തു ഇന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം പറ്റുന്ന പോലെ ചെറുതായിട്ട് തുടങ്ങി വെക്കാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടും എന്താ ഇനിയും മേടിക്കണ്ടേന്ന്. എന്നിട്ട് ബാക്കി നാളെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാൻ ഓർത്തു. ഷൈനുവിന് അറിയത്തില്ല നമ്മളെന്താ ചെയ്യുന്നതെന്ന്. അപ്പം എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ച ഇപ്പം ഷൈനൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞാൻ പോയി മേടിക്കും, അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തതല്ല. അപ്പം ഷൈനിന് അറിയത്തില്ല നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. അപ്പം ഡെക്കറേഷനൊന്നും ഷൈനിന് അറിയത്തില്ല. അപ്പം എല്ലാം ഒരു ഇതായിരിക്കും. ഷൈനിൻ്റെ അങ്ങനെ ഇത്രയും നാളായിട്ടും അങ്ങനെ വലിയതായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഈ പ്രാവശ്യം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ബർത്ത്ഡേ അല്ല, അപ്പം നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ഓർത്തു. പണി തുടങ്ങിയിട്ട് അതിൻ്റെ മുമ്പ് എൻ്റെ കൈ കുറഞ്ഞു. ട്രൈപ്പോഡ് ശരിയാക്കാൻ നോക്കിയത്. ട്രൈപ്പോഡൊന്നും എനിക്ക് വെച്ച് അങ്ങനെ പരിചയമൊന്നുമില്ല. ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാറില്ല. പക്ഷെ അതിനിങ്ങനെ ഇടയ്ക്ക് പറയും ഞാൻ അങ്ങനെ പഠിക്കണം എന്നൊക്കെ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രൈപ്പോഡിൻ്റെ ലെന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോയതാണ്. ചോര വന്നു. ഇതെല്ലാം ബ്ലഡൊക്കെ കാണുന്നത് നല്ല കാര്യമല്ലേ, നല്ലതായിട്ടെല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് മറ്റേ നമ്പർ ബലൂണില്ലേ, അതാണ് 3030. പിന്നെ ക്യാൻഡിൽ ഈ കളറല്ല എന്നല്ല ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ ബ്രൗൺ ആണ് ഓർഡർ ചെയ്തത്. ബ്ലാക്ക് ബലൂൺ ഷൈനിങ് തന്നെ ഇടാൻ വേണ്ടി മേടിച്ചത്. ഇപ്പോൾ ഞാൻ ബേസ്മെൻറ്റിലാണ് ചെയ്യാൻ നോക്കുന്നത്. ഒരു ലെയർ വെച്ചു. വേറെ ടൈപ്പ് ടേപ്പ് ഉണ്ട്, അത് മേടിക്കാൻ ഞാൻ മറന്നുപോയി. തൽക്കാലത്തേക്ക് ഞാൻ പെയിൻറ്റേഴ്സ് ടേപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മിക്കവാറും നാളെ ഇത് പറഞ്ഞു വരുമെന്ന് എനിക്ക് തോന്നുന്നത്. വിശ്വസിക്കാൻ അറിയത്തില്ല. ഓൾമോസ്റ്റ് 2 മണിക്കൂർ ഇനി എല്ലാം ചെയ്ത് കഴിയാൻ എത്ര നേരം എടുക്കുമെന്ന് അറിയത്തില്ല. അപ്പം ഇത് അടുത്ത ദിവസമാണ്. ഞാൻ ജോലി കഴിഞ്ഞു. 10:30 എത്തേണ്ടായിരുന്നു ഇവിടെ. രാത്രി 11 മണിയായി എത്തിയപ്പോൾ. കാരണം ഭയങ്കര മഴയായിരുന്നു റോഡിലൊക്കെ. പക്ഷേ എൻ്റെ ബലൂണെല്ലാം താഴെ പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഇന്നലെ ചെയ്തതെല്ലാം പോയി. നാളെ ഇനി ഞാൻ കടയിൽ പോയിട്ട് വേറെ ഒരു ടേപ്പ് മേടിക്കാൻ ഓർത്തു. ഇത് വെച്ച് നോക്കണം എന്നുണ്ട് ഒന്നും കൂടെ. പക്ഷേ ഇനി അത് പിന്നെ പൊട്ടിപ്പോയാൽ ആയം തൊട്ട് ചെയ്യണം. നോക്കട്ടെ ഒന്നും കൂടെ. പെയിൻറ്റേഴ്സ് ടേപ്പാണ് ഉപയോഗിച്ചത്. എനിക്ക് ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ടേപ്പ് വേണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഓർത്തിനി നാളെ പോയിട്ട് ഇച്ചിരി നല്ല ടേപ്പ് മേടിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് വേറെ ടേപ്പ് ഒട്ടിച്ച് അങ്ങനെ നോക്കാൻ ഓർത്തു. പക്ഷെ പൊട്ടിയില്ല. അപ്പോൾ നാളെ ഇതെടുത്ത് വെക്കാൻ പറ്റണം. ബാക്കിയെല്ലാം ചെയ്യാം. ഇന്ന് ഞാനൊന്നും അറിയത്തില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടേബിളും ചെയറും ഞാൻ ഇവിടെ ഫുഡ് കഴിക്കാൻ എല്ലാവരെയും നിർത്താണ്. അപ്പം ഒരു ഫുഡ് വെക്കാനുള്ള ടേബിൾ ആൻഡ് കഴിക്കാനുള്ള ടേബിളും ചെയറും എടുക്കാൻ പോകും. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇൻ കേസ് ഞാൻ വെച്ചേക്കുന്നത് പിന്നെ ഇവന് താഴെ പോവുകയാണെങ്കിൽ ഞാൻ ഓർത്തു ബാക്കിയുള്ള ബലൂണും കൊണ്ട് ഒരാർക്ക് പോലെ ഉണ്ടാക്കാം. ഓൾമോസ്റ്റ് 2:30 ഞാൻ ബലൂണെല്ലാം ഓരോ സ്ഥലത്തും കൊണ്ടുപോയി വെച്ചു. ടേപ്പ് നാളെ പോയി മേടിക്കണം, എന്നിട്ട് ടേപ്പ് ചെയ്യണം. ഇനി എനിക്ക് ബാത്റൂം ക്ലീൻ ചെയ്യണം. നാളെ പോയി മേടിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കണം. കാരണം കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇവിടെ ഇപ്പം 7 മണിയായി. ഞാനിപ്പം വേറെ മറ്റേ ടേപ്പൊക്കെ മേടിക്കാൻ വേണ്ടി കടയിലോട്ട് പോകും. നേരത്തെ എഴുന്നേറ്റ് എനിക്ക് ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കൊളിച്ച് കുറേ നാളായിരുന്നിട്ട്. സാധാരണ ഞാനും ഷൈനവും മാക്സിമം ഒരു വീക്കെൻഡ് പിന്നെ ആയിരിക്കും. പക്ഷെ മാക്സിമം ഒരു 12. ഇന്നലെ ഞാൻ കടന്നപ്പോൾ ഒരു 4 ഒക്കെ ആയി. ഇന്നലെ രാത്രി തന്നെ ഞാനിതെല്ലാം സെറ്റാക്കി വെച്ചായിരുന്നു. ഇന്ന് പോയി ഞാൻ
പടക്കമൊക്കെ മേടിച്ചു. നമ്മൾ കുറച്ച് ഗെയിംസ് കളിക്കണ്ടായിരുന്നു, ഗിഫ്റ്റ് മേടിച്ചു. പിന്നെ ഓരോ ബലൂണും എവിടെയാ വേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഞാൻ ടേപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പം ടേപ്പും കൊണ്ട് ചെയ്യാനാണെന്ന്. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം എന്നില്ല. അപ്പം ഇത് ഞാൻ ഇനി ഒറ്റയ്ക്ക് എടുത്തിട്ട് താഴെ വല്ലതും പോയാൽ പൊട്ടിപ്പോയാൽ പിന്നെ എല്ലാം ആയും തൊട്ട് ചെയ്യണം. അപ്പം മിയ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ മിയയും ഞാനും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് ഓർത്തു. പരിപാടിയെല്ലാം സെറ്റായി. ഞാൻ ചിക്കൻ ഡിപ്പ് ഉണ്ടാക്കി. ഇനിയും ഞാൻ ഫ്രോസൺ സമൂസ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം 3:30 ആയി. എല്ലാവരും 5-ന് വരാനാണ് പറഞ്ഞേക്കുന്നത്. അമ്മ ഷൈനിനെ കൊണ്ട് എവിടെ പോയി. ഞാനിപ്പോൾ ഇനി കുളിച്ചിട്ട് ഡ്രസ്സ് മാറി സമൂസ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം അതിന് മുമ്പ് ഒരു വരത്തിലായിരിക്കും. ഔട്ട്ഫിറ്റ് ഞാൻ മേടിച്ചത് ഇപ്പോൾ തുറന്നു ചുളുങ്ങിയിരിക്കുക. ഇനിയിപ്പോൾ ടൈമില്ല അയൺ ചെയ്യാനൊക്കെ. ഒരു പാൻറ്റും ഒരു ഷർട്ടും ഹാത്ത് ഫാസലെ പോലെ മറ്റേ സ്വർണ്ണമൊക്കെ ഇട്ട് അതുകൊണ്ട് സൈനിൻ്റെ സ്വർണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇടണം, അതുമല്ല ഇടണേ. അല്ല കുറച്ച് കാര്യങ്ങൾ. ഞാൻ മേടിച്ച ഡ്രസ്സ് കൊടുത്തു ഷൈനിന്. വിചാരിച്ച പോലെ തന്നെ ഫിറ്റ് ആണ്. ഞാനല്ല സെലക്ട് ചെയ്തേ. ഇനി നീ കണ്ടിട്ടില്ല ഡെക്കറേഷൻ ഒന്നും. അപ്പൊ നിന്റെ എക്സ്പെക്ടേഷൻ എന്താന്ന് പറയാ? കുറെ ബലൂൺ കാണും. കാരണം ഇന്നലെ എല്ലാം ഫുള്ള് ബലൂണിന്റെ സൗണ്ട് ആയിരുന്നു. പിന്നെ ഏത് കളർ ഡെക്കറേഷൻ ആയിരിക്കും? ഫുഡൊക്കെ എന്നായിരിക്കും? എന്തുവാണെന്ന് വെച്ചാൽ ബിരിയാണി കുറച്ച് നേരത്തേക്ക്. നന്നായി അപ്പൊ 30 വയസ്സാകുമ്പം എനിക്കൊരു ചെറിയ എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഇത്രയും ഒരു സെലിബ്രേഷൻ ആക്കി അമൽ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു രീതിയിലും ഞാൻ ഗസ് ചെയ്യത്തില്ലായിരുന്നു. പരിപാടി എന്തൊക്കെയോ ഉണ്ടെന്നറിയാം, പക്ഷെ ഒരിക്കലും ഗസ് ചെയ്യത്തില്ലായിരുന്നു. അപ്പൊ ഇത്രയും കഷ്ടപ്പാട്. ഇന്നലെ രാവിലെ ഒരു 6 മണിക്ക് ഇവിടുന്ന് പോയതാണ്. തിരിച്ചു വന്നപ്പോൾ 11 മണി. 11 തൊട്ട് ഇത്രയും നേരമായിട്ട് അവൾ ഉറങ്ങിയിട്ടില്ല. ഈ ഒരു പരിപാടിക്ക് വേണ്ടി എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും സ്നേഹം കാണിക്കുന്നത് നമുക്കത് ഒരിക്കലും എങ്ങനെ അത് പറയേണ്ടത് എനിക്കറിയില്ല. അതിന് വലിയ പരിപാടികളൊന്നും പ്രതീക്ഷിക്കണ്ട. എനിക്ക് ഉറങ്ങണം, എനിക്ക് സമയത്തിൽ ഉറങ്ങണം. അതുകൊണ്ട് പരിപാടികളൊന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷെ എന്നാലും ഇത്രയും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. എന്റെ 20s ഞാൻ കുറെ ഡിസിഷൻസ് ചെയ്തില്ല. അത് ഇപ്പൊ എന്റെ ഞാൻ ഇവിടെ എത്തിയതിന്റെ ഒരു മെയിൻ റീസൺ എപ്പോഴും എന്റെ പപ്പയും മമ്മിയും ഷാനുവിന്റെ കഷ്ടപ്പാടുമാണ്. അതുകൊണ്ട് മാത്രമേ ഞാൻ ഇവിടെ എത്തിയത്. ആ ഒരു സമയത്ത് തന്നെ എനിക്ക് അമലെ കണ്ടുപിടിക്കാനും അവളെ കല്യാണം കഴിക്കാനുള്ളൊരു ഇതും കിട്ടിയത് തന്നെ എന്റെ ജീവിതത്തെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ അവളെ മീറ്റ് ചെയ്തപ്പോ എനിക്ക് ഒന്നുമില്ലായിരുന്നു. ഒന്നുമില്ലാതാണ് ഞാൻ അവളെ തുടങ്ങിയത്. പക്ഷെ അവളോട് ഞാൻ പറഞ്ഞു, ഇഷ്ടമുള്ള എല്ലാ രീതിയിലുള്ള എന്ത് ആഗ്രഹമാണേലും എനിക്ക് സാധിച്ചു തരും, ഞാൻ സാധിച്ചു തരും. അങ്ങനെ ഒരു ഉറപ്പിലല്ല അവള് വന്നത്, എന്നാലും അത് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. അപ്പം എന്തായാലും ഇവളുടെ ഒരു കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും എന്റെ പേരൻസിനെ എല്ലാം ഞാൻ താങ്ക് യു. പ്രധാനമായും താങ്ക് ചെയ്യുന്നു. ചേച്ചിയും അതിന്റെ ബേബി എല്ലാവരും താങ്ക് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും വന്നതിന് താങ്ക് ചെയ്യുന്നു. ഇത്രയും നിങ്ങൾ സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് വരുന്നതിന് ഞാൻ ഉറപ്പായിട്ടും താങ്ക്സ് പറയുന്നു. അപ്പൊ ഇത് കൂടുതൽ ഞാൻ അലമ്പാക്കാതെ ഇവിടെ നിർത്താം. വേണ്ട വേണ്ട
എന്റെ കൊച്ച് ഒത്തിരി പഠിക്കാനും ഞാൻ ആഗ്രഹിച്ച രീതിയിലെല്ലാം എന്റെ കൊച്ച് എനിക്ക് വേണ്ടി ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച രീതിയിലും പഠിക്കുകയും അതുപോലെ ഒരു കൊച്ചിനെ എന്റെ ആഗ്രഹത്തിന്റെ രീതിയിലുള്ള കൊച്ചിനെ ഞാൻ കൊണ്ടുവന്നു. എനിക്ക് അതുകൊണ്ട് എല്ലാത്തിനും സന്തോഷം. ഷൈനുവിനെ ഞാൻ ആദ്യം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വാവയ്ക്ക് ഷൈനുവിനെ പോലുള്ള ഒരാളിനെ വേണമെന്ന് ഞാൻ മനസ്സിനോട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. അതുപോലെ തന്നെ വാവയ്ക്ക് ഷൈനുവിനെ തന്നെ കിട്ടി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി സന്തോഷം. അപ്പോൾ ഉണ്ണിക്കും ഞാനേക്കും എല്ലാവർക്കും സന്തോഷം. നല്ല ചിട്ടകള് എല്ലാം ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. കൂടുതൽ ഇമ്പോർട്ടൻസ് ഫാമിലി, അതാണ് ഏറ്റവും കൂടുതൽ ഷൈനിന് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫാമിലി. അവന് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം. അങ്ങനെ ആയിരിക്കണം. പിന്നെ എനിക്കറിയാം ഷൈനു അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ ഷൈനു ഏത് നിലയിലായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാം. എല്ലാവരും നിങ്ങൾക്കും മാതൃകയാണ് ഷൈനു. ഫോഴ്സ് ചെയ്യുന്നില്ല. എന്റെ കല്യാണ വീഡിയോയ്ക്ക് ഒന്നും പറഞ്ഞില്ല. എല്ലാവരും അടുത്ത പരിപാടിക്ക് എന്നാ പിന്നെ അടുത്ത പരിപാടി പറഞ്ഞു. എനിക്ക് എപ്പോഴും ഷൈനു ഒരു ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് ആള്. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടത് വെച്ച് എല്ലാ കാര്യങ്ങളാണെങ്കിലും ഇപ്പം വീടിപ്പം വൃത്തിയാക്കുന്നതിനാണെങ്കിലും ഞാൻ ഇച്ചിരി പുറകോട്ടൊക്കെ ആണെങ്കിൽ എന്നോട് എപ്പോഴും പറയാമോ നീ ഇത് ചെയ്യണം, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യുന്നത് ഞാൻ പറയാതെ തന്നെ ഒരു ദിവസം നീ ചെയ്യുന്നത് എനിക്ക് കാണണം അങ്ങനെ പറയാം. അപ്പൊ എനിക്കറിയാം എന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നതെന്ന്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും ഇപ്പൊ ജീവിതത്തിൽ ഓരോ ഗോളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഷൈനു. ഇപ്പൊ 2023 ആകുമ്പോൾ നമുക്കിത് ചെയ്യണം, 25 ആകുമ്പോൾ ചെയ്യണം. അതെപ്പോഴും ഷൈന സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ നോക്കാറുണ്ട്. അല്ലെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുക അത് അച്ചീവ് ചെയ്യാൻ. അത് അങ്ങനെ എല്ലാവരിലും കാണുന്ന ഒരു ക്വാളിറ്റി അല്ല അത്. അപ്പം 30th ബർത്ത്ഡേ ആയപ്പം ഷൈനു ഒരു കുറെ മാസം മുമ്പ് ഷൈനിന് തന്നെ ഒരു ഗിഫ്റ്റ് മേടിച്ചായിരുന്നു. ഇച്ചിരി എക്സ്പെൻസീവ് ഗിഫ്റ്റ് ആണ് അത്, പക്ഷെ അത് ഷോ ഓഫ് ചെയ്യാനൊന്നും അല്ല. ഷൈനു എടുത്ത് പറഞ്ഞായിരുന്നു അത് ഷൈനു ആദ്യമായിട്ട് അത് തുറക്കാൻ പോകുന്ന അത് ഷൈനുവിന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുമ്പോഴായിരിക്കും 30th. ഷൈനു ഒരു ഗോള് വെച്ചതാണ് 30 വയസ്സാകുമ്പോ ഞാൻ ഇത് മേടിക്കും. അപ്പൊ ഞാൻ അത് മറന്നുപോയി കംപ്ലീറ്റ്ലി. ഞാൻ കുറച്ച് മുമ്പേ അത് ഓർത്തത്. അപ്പൊ ഞാൻ പെട്ടെന്ന് എഴുതത്തിട്ടെ എടുത്തോണ്ട് കൊണ്ടുവന്നിട്ട് ഈ സ്പീച്ച് പറഞ്ഞാൽ മതി. ഇപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യുവാണ്. എല്ലാരും മുമ്പ് വെച്ച് കേക്ക് മുറിക്കുമ്പോ പക്ഷെ ഞാൻ മറന്നുപോയി. ഇതൊരു ആഗ്രഹമായിരുന്നു, അത് കാണിക്കാൻ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയല്ല, എന്നാലും കുറെ നാൾ മുമ്പ് മേടിച്ചു വെച്ചത് 30 വയസ്സാകുമ്പോ ഇടണമെന്ന് പറഞ്ഞു. ഇതെന്നെ പറയാനുള്ളൂ. ഭയങ്കര നല്ല മോട്ടിവേറ്റിംഗ് ആളാണ്. എനിക്കൊരു ഇതില് നല്ലൊരാളെ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എല്ലാം എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ഞാൻ കുറച്ച് ഗെയിം ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 4 ഗെയിം ഉണ്ട്. 3 ഗെയിമിൽ ഫസ്റ്റ് അടിക്കുന്ന 3 പേരായിരിക്കും 4th ഗെയിം കളിക്കുന്നത്. ഗിഫ്റ്റും ഉണ്ട്. ഫസ്റ്റ് ഗെയിം കളിക്കാൻ എത്ര പേർക്ക് വേണമെന്ന് വരാൻ കേട്ടോ. ഗിഫ്റ്റ് ഒക്കെ അവസാനേ ഉള്ളൂ. ഫേഷ്യൽ ഇത് വെച്ച് നമ്മളിത് വായിക്കകത്ത് വെച്ച് റെഡി 1 2 3 സ്റ്റാർട്ട്. കൈ പിടിക്കല്ലേ? കൈ റെഡി 1 2 3 സ്റ്റാർട്ട്. അലക്സ് എവിടെ തോന്നുന്നു? അലക്സ്
Final three. മോളില് ആയിരിക്കും ആ മാർക്ക് ചെയ്ത കപ്പ് അത് ഇങ്ങനെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് അത് ലൈക് മേളിൽ കൊണ്ടുവരണം. റെഡി 1 2 3 സ്റ്റാർട്ട്. Simon says, go grab a tie, for example. So you guys go grab the ties. Like, we can't give it to them, they gotta come to us and get it. You cannot take your own items, okay? And when you guys get up, one chair will be taken. So when you come back, one of you guys won't get a chair. So the first item is a hairband. Simon says, get me a Georgia driver's license. ഇല്ല എന്റെ ഇല്ല. Alright, the next item, Simon says, get me a car key. Simon says, get me a student ID. സ്റ്റുഡന്റ് ഐഡിയോ ഡാനി. അതില്ലേ ഞാൻ അറിയാം. വേറെ ആരും ശ്രദ്ധയില്ലല്ലേ? സെക്കൻഡ് ഉണ്ണി ഫസ്റ്റ് അപ്പ്. Okay, third prize. Oh, thank you. Thank you so much. Second prize. നമുക്കെന്തിനാ പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ പണവും പ്രതാപവും നമുക്കെന്തിനാ പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ വാ വാ പുട്ടേ വാ പുട്ടിൻ